എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുതിഞ്ഞാറാഴ്ച നമ്മൾ മലയാറ്റൂർ മല കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ഓർത്തു, പക്ഷേ അതിനുള്ള സാഹചര്യമൊന്നും ഇവന്മാർ സമ്മതിച്ചില്ല. അത് കാരണം നമ്മൾ നേരെ പോവുകയാണ്. നമ്മൾ രാവിലെ ഒരു 9:30-10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം നമ്മളങ്ങനെ ഒരു 2 മണി 2:30 സമയമായപ്പോഴത്തേക്ക് നമ്മൾ അടിവാരത്തെത്തി. അപ്പോഴത്തേക്ക് നല്ല മഴയും ഒരു ട്രിപ്പ് മഴയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഞങ്ങൾ നേരെ കയറി പോവുകയാണ്. നമ്മൾ അപ്പുറത്തെ മെയിൻ അതിലെയല്ല പോകുന്നത്, ഇപ്പുറത്തെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തുനിന്ന് ഉള്ളൊരു ഷോർട്ട് വഴിക്കാണ് നമ്മൾ കയറി പോകുന്നത്. അപ്പോൾ ഇതേ പോയ വഴിക്ക് അവിടെ മറ്റേ നമ്മുടെ ഈ ചൂരലിൻ്റെ വടി കുത്തിപ്പിടിച്ച് കയറിപ്പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അകത്തു നിന്നൊരു ചൂരലിൻ്റെ വടിയൊക്കെ മേടിച്ചു, എനിക്കല്ല റോജാനൊരു വടിയൊക്കെ മേടിച്ച് ഞങ്ങളിത് അവിടെ നിന്ന് നേരെ നമ്മൾ കുരിശുമല കയറാൻ തുടങ്ങുവാണ്. അപ്പോൾ പിള്ളേർ മുന്നോട്ട് പോയി. അപ്പം സംശയങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പം നേരത്തെ ഒരു പ്രാവശ്യം ഇവരെയും കൊണ്ട് വന്ന സമയത്ത് കുഞ്ഞുങ്ങളായിരുന്നു, 2 വയസ്സും 1 വയസ്സും ഒക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റിയല്ലായിരുന്നു. അപ്പോൾ ഇത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കയറി പോകുന്ന സമയത്താണ് അവിടുത്തെ പൊൻപണ വിറക്കലെന്ന് പറഞ്ഞ് ആ ഭക്തിസാന്ദ്രമായ ആ ഇത് നടക്കുന്നത്. അപ്പം ഞങ്ങൾ അത് പുതുഞാറാഴ്ച അത് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചകളിലും അവിടെ കിട്ടുന്ന പണവും മറ്റ് സാധനങ്ങളും തലച്ചുമടായിട്ട് ആളുകൾ താഴോട്ട് ഇറക്കിക്കൊണ്ട് വരുന്നതിനാണ് ഈ പൊൻപണം ഇറക്കൽ എന്ന് പറയുന്നത്. അതിന് നമ്മൾ പേരൊക്കെ മുൻകൂട്ടിയൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് വേണം ഈ പൊൻപണം ഇറക്കലിന് നമുക്ക് അവിടെ ടോക്കണൊക്കെ തരും. അതനുസരിച്ചാണ് ഇറങ്ങുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളായിരുന്നു നമ്മൾ മലയാറ്റൂർ ഇങ്ങനെ പൊൻപണം ഇറക്കൽ എന്നുള്ളൊരു ഭക്തിസാന്ദ്രമായൊരു പരിപാടിയുണ്ടെന്ന്. പക്ഷേ നമ്മളത് നേരിട്ട് കാണാനായിട്ട് ഈ പ്രാവശ്യം നമുക്ക് ഇടയായി. അപ്പോൾ നമ്മൾ പിന്നെ പൊന്മണവർക്കലൊക്കെ ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ മേളിലോട്ട് കയറി പോയി. അവിടെ ചെന്ന് നമ്മൾ തോമാശ്ലീഹായുടെ മറ്റേ ആന കുത്തിയ പള്ളിയും അതൊക്കെ പിള്ളേരെ ഒന്ന് കാണിച്ചു കൊടുത്തു. അപ്പം ആന കുത്തിയതിൻ്റെ ആ
കൊമ്പ് കയറിയ ആ ഒരു ദ്വാരമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് അവനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ റിച്ചുകുട്ടൻ എപ്പോഴും നമുക്ക് സംശയങ്ങളാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് സംശയങ്ങളൊക്കെ തീർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ തോമാശ്ലീഹ വെള്ളം കോരി കുടിച്ച് ആ കിണറ്റിൻ്റെ അവിടെയാണ് പോയത്. ഇത്രയും വേനലായിട്ട് പോലും ഇഷ്ടം പോലെ വെള്ളമായിരുന്നു അവിടെ. അപ്പോൾ നമ്മളവിടുന്ന് വെള്ളമൊക്കെ കോരി കുടിച്ച് നല്ല തണുപ്പും നല്ല പാറയുടെ അവിടുന്ന് വരുന്ന വെള്ളമാണ്, നല്ല തണുപ്പും നല്ലൊരു ടേസ്റ്റും ആയിരുന്നു കേട്ടോ വെള്ളത്തിൽ. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കോരി കുടിച്ച് ആൾക്കാരൊക്കെ കുപ്പിയിലൊക്കെ എടുത്തുകൊണ്ട് പോരുന്നുണ്ട്. നമ്മുടെ കുപ്പിയൊന്നും ഇല്ലായിരുന്നുകൊണ്ട് നമ്മൾ കുപ്പിയിലെ വെള്ളമൊന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ പിള്ളേർക്കും ഇവരും എല്ലാവരും ദാഹിച്ചായിരുന്നു പോയത്. അപ്പോൾ എല്ലാവരും വെള്ളമൊക്കെ കുടിച്ചു. അവിടുന്ന് നേരെ നമ്മൾ തിരിച്ച് തോമാശ്ലീഹയുടെ പാദമുദ്ര പതിഞ്ഞ് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഞായറാഴ്ച ആയിരുന്നതുകൊണ്ട് കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്, 4 മണിയുടെ കുർബാനയായിരുന്നു. അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ പാദമുദ്ര പതിഞ്ഞെടുത്ത് അവിടെയും ചെന്നവനെ കാണിച്ചു കൊടുത്ത് നമ്മുടെ ചോക്ക് കൊണ്ട് വരച്ചിരിക്കുന്നതാണ് തോമാശ്ലീഹയുടെ പാദം പതിഞ്ഞതെന്നും പറഞ്ഞ് കാണിച്ചൊക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി വരുമ്പോഴാണ് വീണ്ടും നമ്മുടെ പൊൻപണം പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ ഈ പ്രാവശ്യത്തെ മലയാറ്റൂരിലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൂടെ കാണാവേ. ഇത് മേളത്തെ പള്ളിയിൽ നിന്ന് വന്ന് നിന്ന് താഴത്തെ പള്ളിയിലേക്ക് പോകാനായിട്ട് എല്ലാവരും ലൈനായിട്ട് നിന്ന് പോകുന്നതാണ് ഈ കാണുന്നത്. പൊൻപണറക്കം പൊൻപണറക്കം പൊന്മലറക്കം പൊന്മലറക്കം പാവിളിറക്കം പാവിളിറക്കം ഇറക്കമേ പൊൻപണറക്കം ഇറക്കമേ പൊൻപണറക്കം പൊന്മലറക്കം പൊന്മലറക്കം അടിമലറക്കം